അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അബൂ ഷിഫാസാണ്. ഒരുപാട് പോസ്റ്റുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് 1 by 1 ആയിട്ട് ഞാൻ അയക്കാറുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു പ്രത്യേക അവസ്ഥയെക്കുറിച്ചാണ്. 2 ദിവസമായി ഫേസ്ബുക്കിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഗൾഫുകാരൻ്റെ ഭാര്യ 17കാരൻ്റെ കൂടെ ഒളിച്ചോടി എന്നുള്ളത്. നിങ്ങളൊക്കെ അത് കണ്ടു കാണും. ആ യുവതിയുടെ ഫോട്ടോ, ആ ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ ഒക്കെ അതിലുണ്ട്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടായിട്ട് ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷേ വലിയൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ എന്ന് തന്നെ ഒരു ഹെഡിങ് കൊടുക്കാൻ ഇത് കൊടുക്കുന്ന പത്രക്കാരെയും റിപ്പോർട്ടർമാരെയും പ്രചോദിപ്പിച്ച വസ്തു എന്താണത്? എന്തേ ഒരു 3 കുട്ടികളുടെ മാതാവ് എന്ന് കൊടുത്തുകൂടെ? ഒരു വീട്ടമ്മ എന്ന് കൊടുത്തുകൂടെ? എന്തേ ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ എന്ന് തന്നെ കൊടുക്കാനുള്ള കാരണം? അതിനെക്കുറിച്ച് ചിന്തിക്കാതെയും ശ്രദ്ധിക്കാതെയുമാണ് നമ്മുടെ പല ഫ്രണ്ട്സുകളും അത് അപ്ലോഡ് ചെയ്തു. എന്തേ ഗൾഫുകാരൻ്റെ ഭാര്യയ്ക്ക് പ്രത്യേകത? അതോ നാട്ടിലുള്ള സാധാരണക്കാരൻ്റെ ഭാര്യനേക്കാളും എന്തോ ഒരു പ്രത്യേകത കൂടുതൽ ഗൾഫുകാരൻ്റെ ഭാര്യക്കുണ്ടോ? സോറി, അറിയാത്തതുകൊണ്ട് ചോദിക്കുക. ഗൾഫുകാരൻ്റെ ഭാര്യയെക്കുറിച്ച് മൊത്തമായി നമ്മുടെ നാട്ടുകളിൽ തന്നെ ഒരു പ്രത്യേക കണ്ണുകളോടെയാണ് ഗൾഫുകാരൻ്റെ ഭാര്യയെ വീക്ഷിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം, ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ അവൾ എത്രമാത്രം സഹിക്കുന്നു, വേദനിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നമുക്കോ അവർക്കോ അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം. വളരെ വേദനയോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഫേസ്ബുക്കിലെവിടെയോ ഒരാഴ്ച മുമ്പ് ഞാൻ വായിച്ചു പോയ ഒരു കഥയുണ്ട്. അതിങ്ങനെയാണ്: ഒരു വീട്ടിൻ്റെ 3 കുട്ടികളും ഒരു മാതാവും താമസിക്കുന്ന ഒരു വീട്ടിൻ്റെ മുറ്റത്ത് രാത്രി 11 മണിക്ക് ശേഷം ഒരു ബൈക്ക് അവിടെ കാണുന്നു. പ്രഭാതം പൊട്ടിവിടരുന്നതിന് മുമ്പ് ആ ബൈക്ക് അവിടെ അപ്രത്യക്ഷമാകുന്നു. ഇത് നാട്ടിലുള്ള സാധാരണക്കാരൻ്റെയും അയൽവാസികളുടെയും ശ്രദ്ധയിൽപ്പെടുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുകയാണ്, ആരാണ് ആ ചെറുപ്പക്കാരൻ? നട്ടപ്പാതിരയുടെ കൂരിട്ടിൽ 11 മണിക്ക് ശേഷം വരികയും പ്രഭാതം പൊട്ടിവിടരുന്നതിന് മുമ്പ് ആ ബൈക്ക് അവിടെ നിന്ന് പോവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടെ സംശയങ്ങൾക്ക് സാഹചര്യമൊരുക്കുകയാണ്. പിന്നെ ആ നാട്ടിൽ പ്രചരണമായി എന്തോ ഒരു അവിഹിതബന്ധം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു കുപ്രചരണം ആ നാട്ടിൽ വ്യാപകമാകുകയാണ്. വിദേശത്തുള്ള ആ പെണ്ണിൻ്റെ ഭർത്താവിനെ ആരും അറിയിച്ചു, നിങ്ങളുടെ വീട്ടിലേക്ക് വീട്ടിലൊരു സംഭവം ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ എടുത്തു ചാടാത്ത വിവേകശാലിയായ ആ ചെറുപ്പക്കാരൻ, ആ ഭർത്താവ് തൻ്റെ സത്യസന്ധനായ ഒരു സുഹൃത്തിന് ഈ മെസ്സേജ് സെൻഡ് ചെയ്തു ഒരു അന്വേഷണത്തിന്. ആ ചെറുപ്പക്കാരൻ അന്വേഷിച്ചു ഏതാണ് ബൈക്ക് എന്നും എന്താണ് സംഭവമെന്നും വളരെ ശ്രദ്ധാപൂർവം അന്വേഷിച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കി.
അപ്പോൾ സംഭവം എന്തായിരുന്നു എന്നറിയാമോ നിങ്ങൾക്ക്? അതൊരു ബസ് ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് ഒരു വയലിലാണ്. ആ വരമ്പത്തുകൂടി അദ്ദേഹത്തിൻ്റെ ബൈക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ജോലി കഴിയുന്നത് 11 മണിക്ക് ശേഷമാണ്. ആ 11 മണിക്ക് അദ്ദേഹം ആ വണ്ടി ഇവിടെ കൊണ്ടുവയ്ക്കുകയും അദ്ദേഹം 5:30 മണിക്ക് അവൻ്റെ ഡ്യൂട്ടി, അവൻ്റെ ജോലി തുടങ്ങുമ്പോൾ ആ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ആ നാട്ടിലുള്ള ജനങ്ങൾക്കോ ഒന്നും പണിയില്ലാത്ത കവലകളിൽ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. ഗൾഫുകാരുടെ മക്കളുടെയും മരുമക്കളുടെയും കാശും പ്രതീക്ഷിച്ചു ഒരുപാട് നാട്ടിലൂടെ പഞ്ചായത്ത് ഓഫീസുകളിലേക്കും റേഷൻ കടകളിലേക്കും കോളേജുകളിലേക്കും പോകുന്ന കുട്ടികളെ ഫിത്ന പറഞ്ഞു കല്യാണം കഴിക്കാനായി പോകുന്ന ചെറുപ്പക്കാരെ അവരുടെ കല്യാണം മുടക്കുകയും ഇങ്ങനെ ചെയ്യുന്നൊരു വിഭാഗം നമ്മുടെ നാട്ടിൻ്റെ മുക്കുമൂലകളിൽ കാണാം. അവർക്കെതിരെ നമ്മുടെ നാട്ടിൽ ഫ്ലക്സ് ബോർഡ് ഉയർന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഇത് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. ഈ യാഥാർത്ഥ്യം അതാണ്. അങ്ങനെ ആ സത്യാവസ്ഥ നാട്ടിൽ പ്രചരിച്ചു. ഇതിൻ്റെ സത്യം ഇതാണെന്ന് മനസ്സിലായപ്പോൾ പ്രചരിപ്പിച്ചവരും കിംവദന്തി പ്രചരിപ്പിച്ചവരും അതേപോലെ തന്നെ ആ കുടുംബത്തിൻ്റെ മാനം കെടുത്തിയവരും മുഴുവനും മുങ്ങി. എല്ലാം മൗനം. ആർക്കും ഒന്നും പറയാനില്ല. പ്രചരിപ്പിച്ചവരൊന്നും ഇവിടെ ഇല്ല. സത്യം ഇതാണ്. ഒരുപാട് കാര്യങ്ങൾ സത്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് ഒരു വലിയ സത്യം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഗൾഫുകാരൻ്റെ ഭാര്യ എന്നുള്ള ആ ഒരു ഹെഡിങ് അതെവിടെ നിന്ന് ഒഴിവാക്കണം. നമ്മൾ ആ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ആ പെണ്ണിൻ്റെയും ആ ചെറുപ്പക്കാരൻ്റെയും ഒളിച്ചോടിയതും ഇത് ഇന്നും ഇന്നലെയും നടക്കുന്ന സംഭവങ്ങളൊന്നുമല്ല. എത്രയോ പെൺകുട്ടികൾ ഒളിച്ചോടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആ കുടുംബത്തിൻ്റെ അതിൻ്റെ സാഹചര്യത്തെക്കുറിച്ചോ ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ നമുക്കറിയില്ല. ഒളിച്ചോടേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു ഹെഡിങ്, ഈ ഗൾഫുകാരൻ്റെ ഭാര്യ എന്ന ഈ ഹെഡിങ് ഇത് ആവർത്തിക്കുന്നത് നമുക്ക് നല്ലതല്ല. കാരണം 100ൽ 2% അല്ലെങ്കിൽ ഒരു 5% പെൺകുട്ടികൾ ഗൾഫുകാരുടെ ഭാര്യമാർ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിന് എല്ലാ പ്രവാസികളുടെയും ഭാര്യമാർ അങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഒരു വഴിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത് നമുക്ക് ഭൂഷണമല്ല. സത്യങ്ങളെ നാം കണ്ടെത്തണം. അധർമ്മത്തിനെ നാം എഴുതണം. പക്ഷെ നമ്മുടെ എഴുത്തുകളും നമ്മുടെ മീഡിയയിലായാലും സോഷ്യൽ നെറ്റ്വർക്കിലായാലും സൈബർ ലോകത്തായാലും നാം എഴുതുന്ന കാര്യങ്ങൾ അത് സത്യസന്ധമായിരിക്കണം. അധർമ്മത്തിനെതിരെ നാം പോരാടണം. നമ്മിൽ പലരും നന്നായി എഴുതാൻ അറിയുന്നവരാണ്. പക്ഷേ ആ എഴുത്തുകൾ ഉപകരിക്കണം. നാം എഴുതുന്ന എഴുത്തുകളിൽ ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം. അതല്ലാതെ വെറുതെ എഴുതിയിട്ട് കാര്യമില്ല. ഒരുപാട് ലൈക്കിനും ഒരുപാട് കമൻറ്റിനും വേണ്ടി നാം ഒരുപാട് സമയം ചെലവഴിച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് സ്നേഹത്തോടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ നല്ലവരായ ഫേസ്ബുക്കിലെ മുഴുവൻ കൂട്ടുകാരോടും നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന പോസ്റ്റുകൾ അത് നാം ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചുകൊണ്ട് എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കി അതിനുശേഷം അപ്ലോഡ് ചെയ്യുകയും അതിലുള്ള വരികളെ നാം ഗൗരവപൂർവ്വം കണക്കിലെടുക്കുകയും ചെയ്യണമെന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി അല്ലാഹു തആല നമുക്ക് ഹൈർ നൽകട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.